ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസ് തകർക്കണം പറഞ്ഞതാരാണെന്നല്ലേ? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ടി ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് LK അദ്വാനിയെ കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? CPIM. ഇങ്ങനെ BJPയുമായി കൂട്ടുചേർന്ന നിരവധിയായ രാഷ്ട്രീയ പാരമ്പര്യം പേറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കേരളത്തിൽ പറയാനുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും CPMനും ഒരേപോലെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം. 10 വർഷമായി കേരളം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഒരു ഭാഗത്ത്, കേരളത്തിലെ ജനങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു കാലം. മുമ്പെങ്ങുമില്ലാത്ത വിധം കോൺഗ്രസിന് അനുകൂലമായ കാറ്റ് ആഞ്ഞു വീശുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഉറപ്പിച്ചു നിൽക്കുന്ന സാഹചര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം. കേരളത്തിലെ ഏതെങ്കിലും ഒരു തുരുത്തിൽ ചെങ്കൊടിയൊന്ന് ഉയർത്തണം. കേരളത്തിൽ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ചെങ്കൊടി കാണണമെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട സാഹചര്യം CPMനുണ്ടാകും. അതിന് കണ്ടെത്തിയ എളുപ്പ വഴി ഏതാണെന്നല്ലേ? അണിയറയിലെ ബന്ധുക്കളായ BJPയുമായി കിടപ്പറ പങ്കിടുക. BJPയും CPMും കിടപ്പറ പങ്കിട്ടാൽ അതിൽ നിന്ന് പുതിയൊരു കുട്ടി ജനിക്കും, CJP. ആ കുട്ടി ഇപ്പോൾ BJPയുടെ CPMന്റെയും ഉദരത്തിൽ വളരുകയാണ്. അതിനെ പ്രസവിക്കുന്ന സമയമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMും BJPയും തമ്മിലുള്ള സഖ്യമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് വളരെ കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. ചില അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2-3 സീറ്റിലെ BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക, ബാക്കി സീറ്റുകളിൽ BJPയുടെ വോട്ടുകൾ CPMനും ഇടതുമുന്നണിക്കും അനുകൂലമായി വരും. ഡീൽ നടത്തുന്നത് ഇവിടെ തിരുവനന്തപുരത്തല്ല, അങ്ങ് ഡൽഹിയിൽ, രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഡീൽ നടത്തും. ഈ ഡീലിന്റെ പാലം നിർമ്മിച്ചിരിക്കുന്നത് KV തോമസ് ആണ്. KV തോമസ് വഴി മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് BJP നേതാക്കന്മാരും ചേർന്ന് കൂടിയിരുന്ന RSS ഓപ്പറേഷൻ വളരെ കൃത്യമായി നടപ്പിലാക്കും. CPMന് അനുകൂലമായി ചില മണ്ഡലങ്ങളിൽ RSS വോട്ട്, കേഡർ വോട്ടുകൾ വീഴും. അങ്ങനെ 71 മാതൃക സംഖ്യയിലേക്ക് എത്തി കേരളം ഭരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ വേട്ടയാടുന്നു, മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ഇരയോടൊപ്പം ഓടുന്നു, വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുന്നു. മറുഭാഗത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ അസഭ്യം പറയുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത BJPക്കാർക്ക് ആഭ്യന്തര വകുപ്പ് സംരക്ഷണം ഒരുക്കുന്നു. ശശികല ടീച്ചർക്കും RV ബാബുവിനും സംരക്ഷണ കവചമൊരുക്കുന്നു. ഇവർക്കെതിരെ എന്ത് വർഗീയതയുടെ വിഷം തുപ്പിയാലും നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പ്. അവിടെ കോൺഗ്രസുകാരനെ ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. കോൺഗ്രസുകാരന്റെ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു. BJPക്കാരനെ തലോടുന്നു. കേരളത്തിൽ CPMന്റെ പല സമ്മേളനങ്ങളും പറഞ്ഞൊരു കാര്യമുണ്ട്. CPMന്റെ ഏരിയ സെക്രട്ടറി സ്റ്റേഷനിൽ പോയാൽ നടക്കാത്ത കാര്യം BJPയുടെ ബൂത്ത് പ്രസിഡന്റും RSSന്റെ പ്രാദേശിക നേതാക്കന്മാരും പ്രാദേശിക കാര്യവാഹകവും പോയാൽ നടക്കുമെന്നാണ്. അത്രത്തോളം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരി എന്ന് പറഞ്ഞ RSSന്റെ നേതാവാണ്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറൂരി വിട്ടിരിക്കുകയാണ്. കാരണം ഭരണം വേണം, ഭരിക്കാൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കും, തകർക്കണം കോൺഗ്രസിനെ. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന സ്വപ്നം കാണുന്ന BJPക്ക് വളവിട്ട് കൊടുത്ത് കോൺഗ്രസ് മുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പിണറായി വിജയനും കൂട്ടരും പഠിച്ച പണി 18 നടത്തുകയാണ്. പക്ഷേ കേരളം തോൽക്കില്ല. മതേതര കേരളത്തിന് തോൽക്കാൻ കഴിയില്ല. 10 വർഷത്തെ കൊള്ളക്കെതിരെ പ്രതികരിക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കോൺഗ്രസ് അധികാരത്തിൽ വരണം. കേരളത്തിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതേതരത്വം സംരക്ഷിക്കാൻ, സാഹോദര്യം സംരക്ഷിക്കാൻ, മതമൈത്രി സംരക്ഷിക്കാൻ, സൽഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ, അക്ഷരാഭ്യാസമുള്ള കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കാൻ, വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കാതിരിക്കാൻ, കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കാൻ വേണ്ടി, കർഷകരുടെ ആനുകൂല്യം ലഭിക്കാൻ, താങ്ങുവില വർദ്ധിപ്പിക്കാൻ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ, ഇങ്ങനെ എല്ലാ മേഖലകളിലും പുതിയ കടന്നുകയറ്റം ഉണ്ടാകാൻ കോൺഗ്രസ് അധികാരത്തിൽ വരണം. IT പാർക്കുകൾ, കേരളത്തിൽ മെട്രോ റെയിലും സ്മാർട്ട് സിറ്റിയും എല്ലാം യാഥാർത്ഥ്യമാക്കിയ, നെടുമ്പാശ്ശേരി വിമാനത്താവളവും കാലിക്കറ്റ് സർവകലാശാലയും എല്ലാം യാഥാർത്ഥ്യമാക്കിയ,
ആ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ കഴിയുമെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CJP-ക്കാരെ, CPM-ഉം BJP-യും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേറ്റാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം അത്രത്തോളം മടുത്തിരിക്കുകയാണ് ഈ സർക്കാരിനെ. കാട്ടുകൊള്ളക്കാരൻ വീരപ്പനെ കവച്ചു പറ്റുന്ന തരത്തിൽ കേരളത്തിൽ കൊള്ള നടത്തുന്ന സർക്കാരിനെ താഴെയിറക്കാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അവിടെ സംഘപരിവാറിനെ ചേർത്ത് പിടിച്ച, സംഘപരിവാറിനെ താരാട്ടുപാടി, സംഘപരിവാറിനെ കച്ചേരി വീട്ടി കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള CPM-ന്റെ നീക്കം മതേതര കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ജനം ബാലറ്റിലൂടെ വിധി എഴുതും. അന്ന് കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയും കടക്ക് പുറത്ത് എന്ന്. അക്കാര്യത്തിൽ തർക്കമില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, മതേതരത്വത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ.